ഇത്ര ചെറിയൊരു കാര്യമാണ് മക്കളെ, നിങ്ങൾക്ക് അറിയില്ല എന്ന് പറഞ്ഞത്. അപ്പം സംഭവം വേറെ ഒന്നുമല്ല, കുറേ ദിവസം മുമ്പ് ഞാൻ ഒരു വാട്ട ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൽ ഞാൻ ഇടയ്ക്ക് മൈദപ്പുട്ട് കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ ആരൊക്കെയോ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, മൈദപ്പുട്ടോ അതെന്താണ്, അതെങ്ങനെ ഉണ്ടാക്കണേന്നൊക്കെ. അപ്പോൾ സംഭവം ഈസിയാണ്. ഫസ്റ്റ് ദേ കുറച്ച് തേങ്ങ തിരുവി അതിനുശേഷം ദേ മൈദ മാവ് എടുത്തിട്ട് കുറച്ച് അങ്ങോട്ട് തട്ടുക, അത്രയാണ് ആവശ്യം അത്രയ്ക്ക് എടുത്തിട്ട് തട്ടുക, ലേശം ഉപ്പൂടെ ഇടുക, എന്നിട്ട് വെള്ളം ചേർത്ത് കുഴയ്ക്കുക. ഇത് കുഴയ്ക്കുന്നതിലാണ് ടാസ്ക് ഇരിക്കുന്നത് കേട്ടോ. കാരണം നമ്മൾ അരിമാവൊക്കെ പുട്ടിന് കുഴക്കില്ലേ, അതിനെക്കാട്ടി കുറച്ചും കൂടി ടാസ്ക്കാണ് ഇതെന്ന് പറയുന്നത്. കാരണം വെള്ളം ഒഴിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ഇതങ്ങ് കയറി അങ്ങ് കട്ടി പിടിക്കട്ടെ. അപ്പോൾ നമ്മളത് നോക്കി വേണം കുഴയ്ക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ഞാൻ കുഴച്ച് കഴിഞ്ഞു. പിന്നെ ദേ തേങ്ങ എടുത്തിട്ടു. അതിനുശേഷം വീണ്ടും ദേ മാവ് നിറച്ച് കൊടുക്കേണ്ടത്. ഇപ്പം ഞാൻ എനിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഉണ്ടാക്കുന്നത്. എക്സ്ട്രാ ഒരു കുറ്റി കൂടെ ഉണ്ടാക്കുന്നുണ്ട്, ആരെങ്കിലും കഴിക്കുമെന്നുണ്ടെങ്കിൽ കഴിക്കട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. എനിക്കൊരു കുറ്റി മാത്രം മതി കേട്ടോ. പെട്ടെന്ന് എനിക്ക് വിശന്നു, അതുകൊണ്ട് പെട്ടെന്ന് പോയി ഉണ്ടാക്കിയതാണ്. അപ്പാണ്ട് നോക്കിയപ്പോഴത്തേക്ക് അതിൻ്റെ മറ്റേ അടപ്പുണ്ടല്ലോ, അടപ്പ് കാണാനില്ല. പിന്നെ ഞാൻ അടപ്പൊന്നും ഇല്ലാതെ ഉണ്ടോ വേവിച്ചത്. പെട്ടെന്ന് ആവിയും വന്നു. ദേ അതിന് ശേഷം പെട്ടെന്ന് പോയിരുന്നു കഴിച്ചിട്ട്, കാരണം അത്രയ്ക്ക് മാത്രം വിശപ്പായിരുന്നു മക്കളെ.